കടകരപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റ് അവതരണം നടന്നു. കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിനൊപ്പം സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിക്കും ഊന്നൽ നൽകുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് രാജേഷ് പി തോട്ടത്തിൽ അവതരിപ്പിച്ചത്. കടകരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ 31,83,2530 രൂപ വരവും 31,73,90,030 രൂപ ചെലവും 9,12,500 രൂപ മിച്ചവും വരുന്ന ബജറ്റ് പഞ്ചായത്ത് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചു. കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിനൊപ്പം സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിക്കും ശൗചാലയ വികസനത്തിനും പ്രാധാന്യം നൽകുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് രാജേഷ് പി തോട്ടത്തറ അവതരിപ്പിച്ചത്. ഒരുപക്ഷെ കടക്കരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഉപരിവിപ്ലവം എന്ന് പറയാവുന്ന ഒരു രീതിയിൽ വിവരസാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ കണ്ടെത്തുന്ന രീതിയിൽ ഒരു IT പാർക്ക് എന്ന ആശയം വിവിധ വികസന ഗ്രൂപ്പുകളിൽ നിന്ന്, വർക്കിംഗ് ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ വന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനതാൽപര്യാർത്ഥം ഒരു സാധ്യതാ പഠനം ഈ വർഷം ലക്ഷ്യം വയ്ക്കുക, അടുത്ത വർഷം ഒരു IT പാർക്ക് എന്നുള്ള കടക്കരപ്പള്ളിയുടെ യുവജനതയുടെ ആവശ്യം മുൻനിർത്തിക്കൊണ്ടുള്ള പദ്ധതികളിലേക്ക് കടക്കുവാൻ കടക്കരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് തയ്യാറെടുക്കുന്നു. അതുമാത്രമല്ല, കാർഷിക മേഖല വളരെ കുറച്ച് ഏരിയകളിൽ മാത്രമായി നിൽക്കുന്ന കടക്കരപ്പള്ളി പഞ്ചായത്ത് സമ്പൂർണ്ണ ജൈവ പച്ചക്കറി ഗ്രാമമാക്കി മാറ്റാനുള്ള ആരംഭ പ്രവർത്തനങ്ങൾ ഈ സാമ്പത്തിക വർഷം തുടങ്ങുന്നതാണ്. അതുപോലെ തന്നെ ഒത്തിരി കുടുംബങ്ങളിൽ SC വിഭാഗത്തിലും ജനറൽ വിഭാഗത്തിലുമായുള്ളവർക്ക് കുടിലുകളില്ലാത്ത, നല്ലൊരു വീടില്ലാത്ത, അടച്ചുകെട്ട് സൗകര്യങ്ങളില്ലാത്ത ഒരുപാട് മേഖലകളുണ്ട്. അവിടെയെല്ലാം പരമാവധി കുടുംബങ്ങളിലേക്ക് ലൈഫിൻ്റെയും PMAYയുടെയും വീടുകൾ എത്തിച്ചുകൊണ്ട് സമ്പൂർണ്ണ പാർപ്പിട ഗ്രാമമാക്കാനുള്ള പ്രവർത്തന ആരംഭം ഈ സാമ്പത്തിക വർഷം ഞങ്ങൾ തുടങ്ങി വയ്ക്കുകയാണ്. വിവരസാങ്കേതിക വിദ്യയും തൊഴിൽ സാധ്യതകളും കണക്കിലാക്കി പഞ്ചായത്തിൽ IT പാർക്കിനായുള്ള സാധ്യതാ പഠനത്തിന് ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ വികസനത്തിനായി 1.95 കോടിയും, ലൈഫ് ഭവന പദ്ധതിക്കായി 2.5 കോടിയും, പഞ്ചായത്ത് തല വികസനത്തിനായി 2.52 കോടിയും വകയിരുത്തിയിട്ടുണ്ട്. ബജറ്റ് അവതരണ യോഗത്തിൽ പ്രസിഡന്റ് റാണി ജോർജ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജാൻസി ബെന്നി, KJ സെബാസ്റ്റ്യൻ, പത്മിനി പങ്കജാക്ഷൻ, സെക്രട്ടറി S ഷാജി, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു.